ശരിക്കും ഒരാൾക്ക് അങ്ങനെ ഒരു 100% എല്ലാം ക്ലോസ് ചെയ്തിട്ട് ഒരു ക്രൈം ചെയ്യാൻ പറ്റുന്ന പെർഫെക്റ്റ് ക്രൈം എന്ന് പറഞ്ഞൊന്നുമില്ല. എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തെളിവുകളോ ഇതൊക്കെ ഉണ്ടാവും. അത് ചിലപ്പോൾ മിസ്സായി പോകുന്നതായിരിക്കും. പെർഫെക്റ്റ് ക്രൈം എന്ന് പറഞ്ഞ ക്രൈമില്ല. പക്ഷെ ഒത്തിരി ഇതുകൾ കണ്ടുപിടിക്കാത്തത് കൊണ്ട് അത് ശരിയാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നില്ല പെർഫെക്റ്റ്. ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പുള്ള എന്തെങ്കിലും ഇവിടെ ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ വിശ്വസിക്കും. പിന്നെ സിനിമയിൽ കാണിക്കുന്നത് കംപ്ലീറ്റ് തട്ടിപ്പാ. അത് കണ്ടുകൊണ്ടൊക്കെ റിയൽ ലൈഫിൽ ചെയ്ത് കഴിഞ്ഞാൽ 2-ാം ദിവസം അവനകത്ത് പോയിരുന്നു. സിനിമ മേക്ക് ബിലീഫ് അല്ലേ ശരിയും. നമുക്ക് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ഇപ്പം അന്ന് തന്നെ ഫസ്റ്റ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ജോർജ് കുട്ടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോകുന്നത്. പക്ഷെ ജോർജ് കുട്ടി ആ കേസ് അവസാനിച്ചിട്ടില്ല. ജോർജ് കുട്ടിയുടെ കാര്യത്തിന് തീരുമാനമായിട്ട് അത് നമ്മൾ സെക്കൻഡിൽ കാണിച്ചു കൊടുത്തു. ഇത് അങ്ങനെ തീരുന്ന ഒരു സാധനമല്ല. ഇത് ചുറ്റിക്കറങ്ങി വരാം. രാത്രിയിൽ ഒരു മനുഷ്യൻ കണ്ടായിരുന്നു ജോർജ് കുട്ടി ഇറങ്ങി വരുന്നത്. ജോർജ് കുട്ടിയുടെ ഭാഗ്യത്തിന് അയാൾ ജയിലിൽ പോയി. അയാൾക്ക് ഇവിടെ നടന്നത് എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷെ അത് ചുറ്റിക്കറങ്ങി കുറെ വർഷങ്ങൾക്ക് ശേഷം അയാൾ മനസ്സിലാക്കുകയാണ് ഇതിങ്ങനെ എഴുതാൻ. അയാൾ അതും പൊക്കിക്കൊണ്ടുവന്നു. പക്ഷെ ഇത് ആന്റിസിപ്പേറ്റ് ചെയ്ത് ജോർജ് കുട്ടി അതിനെ പ്രതിരോധിക്കാൻ നിപ്പുണ്ടായിരുന്നു. അങ്ങനെ അതിങ്ങനെ അതാണ് അവസ്ഥ.